ഹലോ, വെൽക്കം ബാക്ക് ടു ഇഗ്നു പൾസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇഗ്നു അസൈൻമെൻറ്റ് മാർക്ക് എപ്പോൾ വരും എന്നുള്ളതാണ്. കുറേ പേരിപ്പോൾ ഏപ്രിൽ 30 മുന്നേ സബ്മിറ്റ് ചെയ്തവരുണ്ടാവും, അതല്ലെങ്കിൽ ഇനി സബ്മിറ്റ് ചെയ്യാൻ പോകുന്നവരുണ്ടാവും. അപ്പം മെയ് 31 വരെ ലാസ്റ്റ് ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി സബ്മിറ്റ് ചെയ്യാൻ പോകുന്നവരുണ്ടാവും. അപ്പം ഇവർക്കൊക്കെ ഉള്ള ഡൗട്ടാണ് എപ്പോഴാണ് അസൈൻമെൻറ്റിൻ്റെ മാർക്ക് വരിക എന്നുള്ളത്. നമ്മൾ സബ്മിറ്റ് ചെയ്തിട്ട് ഒരു 1 മന്തൊക്കെ കഴിയുമ്പം അസൈൻമെൻറ്റിൻ്റെ മാർക്ക് നമ്മുടെ സൈറ്റിൽ കയറുന്നതായിരിക്കും. അത് എല്ലാ സബ്ജക്റ്റിൻ്റെയും ഒരേ സമയം ആവില്ല, ഓരോ സബ്ജക്റ്റിൻ്റെ ഓരോരോ സമയത്തായിട്ടാവും അപ്ലോഡ് ആവുന്നുണ്ടാവാം. അപ്പോൾ നിങ്ങളൊരു ജൂലൈ ഒക്കെ ആയിട്ട് ചെക്ക് ചെയ്ത് നോക്കുക. ഓരോ സബ്ജക്റ്റിൻ്റെ മാർക്ക് അതിൽ അപ്ഡേറ്റ് ആവുന്നതായിരിക്കും. ഇനി അസൈൻമെൻറ്റിൽ പാസ്സായില്ല എന്നുണ്ടെങ്കിൽ വീണ്ടും നമുക്ക് എന്ത് ചെയ്യാം, എഴുതാനായിട്ട് സാധിക്കും. പിന്നെ കുറേ പേർക്കുള്ള ഡൗട്ടാണ് അസൈൻമെൻറ്റിൽ പാസ്സായി പക്ഷേ റിട്ടൺ എക്സാമിൽ പാസ്സായിട്ടില്ല, അങ്ങനെയാണെങ്കിൽ വീണ്ടും അസൈൻമെൻറ്റ് സബ്മിറ്റ് ചെയ്യണോ എന്നുള്ളത്. അങ്ങനെയാണെങ്കിൽ വീണ്ടും സബ്മിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ ഒരു തവണ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മളത് സബ്മിറ്റ് ചെയ്യേണ്ട, അതിൽ പാസ്സായി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ സബ്മിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഒരു 3-4 മാസമൊക്കെ ആയതിനു ശേഷം നമ്മുടെ മാർക്ക് അപ്ഡേറ്റ് ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മളെ റീജിയണൽ സെൻറ്ററിലോട്ട് മെയിൽ ചെയ്യാവുന്നതാണ്. നമ്മൾ അസൈൻമെൻറ്റ് സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് ഒരു അക്നോളജ്മെൻറ്റ് സ്ലിപ്പ് വാങ്ങിയിട്ടുണ്ടാവും. അത് നമുക്കുള്ള പ്രൂഫാണ്, നമ്മൾ സബ്മിറ്റ് ചെയ്തു കാണിക്കുന്ന ഒരു പ്രൂഫാണത്. ചില സാഹചര്യങ്ങളിൽ അസൈൻമെൻറ്റ് മിസ്സായി പോകാനുള്ള ചാൻസൊക്കെ ഉണ്ട്. അപ്പോൾ എന്ത് ചെയ്യുക, നിങ്ങളിങ്ങനെ മെയിൽ അയച്ച് നോക്കുക. അസൈൻമെൻറ്റ് മാർക്ക് അപ്ഡേറ്റ് ആവുന്നവരെ ആ അക്നോളജ്മെൻറ്റ് സ്ലിപ്പ് എടുത്ത് വെക്കണം എന്നുള്ളത് നിർബന്ധമായിട്ടുള്ള കാര്യമാണ്. അല്ലെങ്കിൽ പിന്നെ നിങ്ങൾ വീണ്ടും എഴുതി സബ്മിറ്റ് ചെയ്യേണ്ട ഒരു അവസ്ഥയിലോട്ട് എത്തും. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ അസൈൻമെൻറ്റ് മാർക്കിനെ പറ്റി പറയാനുള്ളത്. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമൻസിൽ അറിയിക്കുക. ഇതുപോലത്തെ ഇഗ്നു കോണ്ടൻസിനായിട്ട് നമ്മളെ ഫോളോ ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് പെട്ടെന്ന് തന്നെ വരുന്നതായിരിക്കും. ടിൽ ദെൻ ടേക്ക് കെയർ ആൻഡ് ബൈ.